എങ്ങനെ നസ്രാണിയെ കൂടി ഉൾപ്പെടുത്തി ഇതിനെ വിപുലീകരിക്കാം, ഈ ക്യാമ്പയിൻ എങ്ങനെ വിപുലീകരിക്കാമെന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ സജി ചെറിയാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇത്രയും കാലം ഈ വെള്ളാപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ വിദ്വേഷ പ്രചാരണം CPM ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഘട്ടത്തിലാണ് അതിൻ്റെ രണ്ടാം ഘട്ടം, ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. AK ബാലൻ രംഗപ്രവേശം ചെയ്തു, പാർട്ടി രംഗപ്രവേശം ചെയ്തു, ഇപ്പോൾ അത് ഗവൺമെൻറ്റിൽ മന്ത്രി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. എന്താണ് സജി ചെറിയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം അത് ചെങ്ങന്നൂരിലൊരു വിജയം മാത്രം, റിജിൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ ഇത് ചെങ്ങന്നൂരിലൊരു വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല സജി ചെറിയാൻ്റെ പ്രോജക്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തെ എണ്ണം പറയുമ്പോൾ, അവരുടെ പേര് പറയുമ്പോൾ, കാസർകോട്ടെ എണ്ണവും പേരും പറയുമ്പോൾ ഇതിന് മറുവശത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവണം, കുറേ കൂടി രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു തർക്കത്തിലേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇതിനോട് പ്രതികരിക്കണം, കോട്ടയത്തെ കണക്ക് ചോദിക്കണം, ആലപ്പുഴയിലെ കണക്ക് ചോദിക്കണം, അല്ലെങ്കിൽ മറ്റു പല ജില്ലകളിലെയും കണക്ക് ഇപ്പുറത്തുനിന്ന് മറുവശത്തുള്ള ആളുകൾ കണക്കുകൾ ചോദിക്കണം. അവിടെ എങ്ങനെ, ഇവിടെ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങളുടെ മാനം മാറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നതിന് പിടികൊടുക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. വളരെ വ്യക്തമായ നിലപാടാണ് അവരെടുക്കുന്നത്, വളരെ ബുദ്ധിപരമായ നിലപാടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന് മുസ്ലിം ഏകീകരണമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഘട്ടം അതിന് അനുയോജ്യമായ ഘട്ടമാണ്. അവർക്ക് വേണമെങ്കിൽ അത്തരത്തിൽ മുസ്ലിം ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇതിന് മറുപടിയായി നടത്താവുന്നതാണ്. അത്തരം ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഫാക്റ്റും കണക്കുകളും വസ്തുതകളും വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ, പലതരം അക്കാദമിക ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിനിലേക്ക് മുസ്ലിം ലീഗ് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്ന് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2016 നമ്മളിവിടെ കണ്ട ഒരു പ്രചരണ മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം LDF വരും എല്ലാം ശരിയാവും എന്നാണ്. ആ മുദ്രാവാക്യത്തോട് പ്രതികരിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും പറഞ്ഞ എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യത്തെ പോപ്പുലൈസ് ചെയ്യുകയാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ആ മുദ്രാവാക്യത്തെ ജനകീയവൽക്കരിക്കുക, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കുന്നതിൽ അതിനോട് അനുകൂലമായി പ്രതികരിച്ചവരും പ്രതികൂലമായി പ്രതികരിച്ചവരും പങ്കുവച്ചിട്ടുണ്ട് എന്ന് ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ വർഗീയതയിലൂടെ അധികാരം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ക്യാമ്പയിൻ. വർഗീയതയിലൂടെ അധികാരം എന്ന ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് തലവെച്ച് കൊടുക്കാതിരിക്കുക എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. നമ്മൾ നോക്കി, ഈ സജി ചെറിയാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ അപകടകരമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അദ്ദേഹം ആദ്യം എന്താണ് പറഞ്ഞത്? അത് പേര് നോക്കി നമുക്ക് ആളുകളെ മനസ്സിലാക്കാം. ഇത് മോദി പറഞ്ഞതിൻ്റെ അനുരണനമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ വിശദീകരണം നോക്കൂ. വിശദീകരണം നമ്മൾ കാലാകാലങ്ങളായി ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ച കാലം മുതൽ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആത്യന്തികമായി വർഗീയതയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയിരിക്കുമെന്ന് ഒരുപാട് ആളുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് യാദൃശ്ചികമായാണെങ്കിലും ഈ സജി ചെറിയ അതാണ് പറയുന്നത്. കാസർകോട്ടെ ഉദാഹരണം അദ്ദേഹം അങ്ങനെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ BJP ഒരു വശത്ത് ജയിച്ചു, മറുവശത്ത് മുസ്ലിം ലീഗ് ജയിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം സംഭവിച്ചതല്ല. മുൻപും കാസർഗോഡ് മേഖലയിൽ, പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ അറ്റത്ത് BJP ആണ് രണ്ടാം സ്ഥാനത്ത് ജയിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലും പിന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലും BJPയും UDFും തമ്മിലാണ് മത്സരം. അവിടെ പുതുതായി BJP ശക്തി പ്രാപിച്ചതല്ല, ഈ ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ശക്തി പ്രാപിച്ചതല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ക്യാമ്പയിൻ ഇങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ BJP ഒരു വശത്ത് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ഇതല്ലേ നമ്മൾ അത് തിരിച്ച് CPMനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPMനോട് ഈ ക്യാമ്പയിൻ ആരംഭിച്ച കാലം മുതൽ ഇവിടെയുള്ള മതേതര വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ BJP ആയിരിക്കും എന്നാണ്. അത് അവർക്ക് മനസ്സിലാവാതെ തിരിച്ച് പറയാം, അതൊരു ന്യായീകരണമായിട്ട് പറയാം. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം കാസർകോട്ടെക്കുറിച്ച് പറഞ്ഞ കാര്യം അവിടെ ഇരിക്കട്ടെ. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതിന് ന്യായീകരണം ഉണ്ടായിട്ടില്ല, അതിന് വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇവർ വിശദീകരിക്കും തോറും വഷളാവുന്നത് നമ്മൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ബാലൻ്റെ കാര്യത്തിൽ നമ്മളുണ്ട്. ആ കാര്യം കൂടി ഞാൻ പറയട്ടെ. ബാലൻ എന്താണ് പറഞ്ഞത്? AK ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് വിശദീകരണം വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ്, മുസ്ലിം ജമാഅത്ത് എന്താണ്, ജമാഅത്ത് എന്ന പദം എന്താണ്? നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ട്. രണ്ടുമുള്ള വ്യത്യാസം നമുക്കറിയാം. അതറിയാത്ത ആളുകൾ രണ്ടും കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന്. അതൊരു സാങ്കേതിക പദമാണ്, ഒരു സംഘടനാ രൂപമാണ്, ഒരു സംവിധാനമാണ്. അത് പല മുസ്ലിം സംഘടനകൾ പല തലത്തിൽ ഉപയോഗിക്കുന്നു. മഹല്ല് ജമാഅത്ത് എന്ന് പറയും. മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്. അതൊരു പദമാണ്. കോൺഗ്രസ് എന്നെങ്ങനെ, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാർട്ടി കോൺഗ്രസും ഒക്കെ ഉണ്ട്, പലതരം കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ് എന്ന് പറയുന്നതിന് ഒരു സാങ്കേതിക വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഈ ഇത്രയും കാലം നാദാപുരത്ത് ജനിച്ച് ഉത്തര മലബാറിൽ ജീവിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ 4-5 പതിറ്റാണ്ട് കാലം ജീവിച്ച AK ബാലൻ എന്ന കമ്മ്യൂണിസ്റ്റിന്
ഈ സാങ്കേതിക പദങ്ങൾ അറിയില്ല. വിശദീകരിക്കുമ്പോൾ ഈ നിരക്ഷരത മുസ്ലിങ്ങളെക്കുറിച്ച് അവരുടെ കൂടെ ജീവിച്ച മനുഷ്യനുണ്ടാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനാണെന്ന് നമ്മൾ ഓർക്കണം. അതൊരു ബി ജെ പിക്കാരനല്ല. ബി ജെ പിക്കാരൻ അവരെ മുസ്ലിങ്ങളെക്കുറിച്ച് അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ യാതൊരു ഉത്തരവാദിത്വമില്ല. നമ്മളത് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മതനിരപേക്ഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇവിടെയുള്ള ഒരു മുഖ്യ സമൂഹത്തിൻ്റെ പദാവലികൾ അറിയില്ല, അവരുടെ ജീവിതം അറിയില്ല, അവരുടെ സംഘടനകളെക്കുറിച്ച് അറിയില്ല. എ പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന ഇവരുടെ കൂടെയുള്ള സംഘടനയാണ്. അവരേതാണ്, ജമാഅത്തെ ഇസ്ലാമി ഏതാണ് എന്ന് പോലും അറിയാതെ മുൻവിധിയോടുകൂടി സംസാരിക്കുകയാണ്. എന്താണ് ജമാഅത്ത് എന്ന പദം കേൾക്കുമ്പോഴേക്ക് അതൊരു വർഗീയതയുടെ രൂപമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇതിനെങ്ങനെ മനസ്സിലാക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല.